അതിനുശേഷം നമ്മൾ സി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവയില്ലാത്തണ്ട് അവനെ നെസ്റ്റോണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പനാണ് ജിന്ന അടുത്തേക്ക് വന്നിട്ട് സി ഷെന്നെന്തിയെ എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ടവളും അതെനിക്കും അറിയാത്ത ഞാൻ എഴുന്നേറ്റപ്പോ അവൻ കാണുന്നില്ല എന്നിന് ഇവർ രണ്ടുപേരും കൂടെ അവനെ നെസ്റ്റോണ്ടിരിക്കും. പക്ഷെ അന്ന് രാത്രി ഫുള്ള് നമ്മുടെ ഷൻ തിരിച്ച് റൂമിലേക്ക് വരത്തില്ല, കാരണം അവിടെ സി ഉള്ളതുണ്ട്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ക്യാൻറ്റീനിൽ ചിവെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗു ഈ കാര്യം അറിഞ്ഞിട്ട് സി ഇന്നലെ രാത്രി നീ അവിടെ ആയിരുന്നു എന്നിന് അവനും അവളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കേട്ട് ജിന്നും എടാ ഗു നീ അറിഞ്ഞില്ലേ അവൾ എനിക്ക് വരും ഷെന്നിനെ നോക്കാൻ വേണ്ടി എന്റെ റൂമിൽ സ്റ്റേ ചെയ്തേ എന്നിന് അവൻ സത്യം പറഞ്ഞവിടെ ഇത് കേട്ട് വീണ്ടും അവൻ ദേഷ്യപ്പെട്ട് ആണോ അവൻ പറഞ്ഞ പോലെ നീ ഷെന്നിന്റെ കൂടെ ആയിരുന്നു ഇന്നലെ എന്നിന് അവനൊരു ഡിറ്റക്റ്റീവിനെ പോലെ ചോദ്യം ചെയ്യുമ്പോഴാണ് ബാക്കി നമ്മുടെ ഷെൻ വരുന്നത്. ഇത് കണ്ട് നമ്മുടെ സി അവന് തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഷെൻ സിയെ കണ്ടതോടെ അവളെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. ഇത് കാണാൻ നമ്മുടെ സിക്ക് ഒന്നും മനസ്സിലാകത്തില്ല എന്തിനാ നമ്മുടെ ഷെൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർക്കെല്ലാം പ്രാക്ടീസ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഗു മാത്രം നല്ലോണം കിടന്നുറങ്ങുന്നത്. ഇത് കണ്ടിട്ട് മെയിൻ കമാൻഡറും എങ്കിൽ ശരി നിങ്ങൾക്ക് പ്രാക്ടീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ വിളിച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം എന്നിനെ ഉറങ്ങി കിടക്കുന്ന നമ്മുടെ ഗുവിനെ വിളിച്ച് ഫൈറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും നമ്മുടെ മെയിൻ കമാൻഡറിനെ ഫൈറ്റ് ചെയ്യാൻ നടക്ക് ആക്ഷൻ കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ മെയിൻ കമാൻഡർ അടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഗുവും വയറും പിടിച്ചോണ്ട് അയ്യോ ഞാൻ തോറ്റേ എനിക്ക് റെസ്റ്റ് വേണം ഓക്കെ ബൈ എന്നിന് ആ ചാൻസ് യൂസ് ചെയ്ത് അവനും കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോകും. ഇത് കണ്ടിട്ട് മെയിൻ കമാൻഡറും ഗൈസ് നമ്മുടെ എനിമി സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ കുറെ സമയം ഫൈറ്റ് ചെയ്യണം, പക്ഷെ ഇവനെ പോലെ ഫേക്ക് ആയിട്ടുള്ളവന്മാരെ പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കും, അടിക്കാതെ തന്നെ ഓടുന്നുണ്ടില്ല. എങ്കിൽ ശരി ഇനിയിപ്പോ അടുത്ത് ആരെ ഫൈറ്റ് ചെയ്യാൻ വന്ന് എന്നിനെ കമാൻഡർ ചോദിക്കുമ്പോൾ അവരെല്ലാം തലയും കുനിഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് കമാൻഡർ തന്നെ രണ്ടുപേര് ചൂസ് ചെയ്യും, അതായത് നമ്മുടെ ഷെന്നിനെയും സിയെയും. പക്ഷെ നമ്മുടെ സിയെ കാണുമ്പോഴൊക്കെ ഷെന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവന്റെ മൈൻഡ് മൊത്തം വേറെ ചിന്തയിലായിരിക്കും. അങ്ങനെ ഇവര് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഷെൻ അടികൂടി അവളിങ്ങനെ താഴ്ത്തി പിടിക്കുമ്പോൾ പെട്ടെന്ന് അവൻ എന്തോ ഫീലിങ്സ് തോന്നി അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ചാൻസ് യൂസ് ചെയ്ത് നമ്മുടെ സി അവന്റെ മൂക്ക് നോക്കി ഒറ്റയിടിയാൻ കൊടുക്കും. ഇത് കണ്ട് അവല്ല ഷോക്കായി എടാ ഈ ഷെന്നിന് എന്തോ പറ്റി അവനിങ്ങനെ അടി വാങ്ങിക്കുന്ന ആളൊന്നല്ലല്ലോ എന്നിന് അവല്ല ഇങ്ങനെ ഷോക്കായിരിക്കും. അപ്പോഴാണ് കമാൻഡറും ഷൻ ഇന്നെന്തോ നീ ബ്ലോക്ക് പോലും ചെയ്തില്ലല്ലേ, നിന്റെ മൂക്കിൽ നിന്നൊക്കെ ചോരരുന്നു, നീ ആദ്യം ഹോസ്പിറ്റലിൽ പോ എന്നിന് അവിടെ ക്ലിനിക്ക് പറഞ്ഞേക്കും. അതിനുശേഷം സിയും അവന്റെ കൂടെ ക്ലിനിക്കിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഷെൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അവളും ചോദിക്കുന്നത് ഷൻ ഞാൻ റീസെന്റ് ആയിട്ട് വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടോ, നീ എന്തിനെ കാണുമ്പോഴൊക്കെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോന്ന് എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ടവനും സി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ തെറ്റായിട്ട് വിചാരിക്കത്തില്ലല്ലോ, ഗു പറഞ്ഞ് അവൻ നിന്നെ ഇഷ്ടമാണെന്ന് അത് സത്യമാണോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും എന്തുവാ അവൻ എന്നെ ഇഷ്ടമാണെന്നോ, എടാ ഷൻ അവൻ പറഞ്ഞ് കേട്ടാണ് നീ ഇങ്ങനെ എന്നോട് മിണ്ടായിരിക്കുന്നത്, നിനക്കറിയാലോ അവൻ ചുമ്മാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളാ പറയുന്നത് എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നും ആണോ എങ്കിൽ ശരി എന്നിന് വീണ്ടും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. ഇത് കാണാൻ നമ്മുടെ സിക്ക് ഒന്നും പിടികിട്ടത്തില്ല. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സോങ്ങും സിയും കൂടെ ജാനെ കാണാൻ വേണ്ടി അവളുടെ സ്കൂളിൽ പോകുമ്പോഴാണ് നമ്മുടെ സോങ്ങും അവനൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അപ്പോഴാണ് നമ്മുടെ ജാനും സിയെ വിളിച്ചിട്ട് എടി നിനക്കൊരു കാര്യം അറിയാം, ആ സോങ് എപ്പോഴും വന്ന് നിന്റെ അനിയത്തെ തിരക്കൊണ്ടിരിക്കുക, അവ ഇന്ന് വന്നതും അവളെ കാണാനായിരിക്കും, നീ എന്തായാലൊക്കെ ചെയ്ത് ഇന്ന് ഈ പ്രശ്നം സോൾവ് ആക്കണം, എനിക്കൊന്നും അവനോട് എപ്പോഴും കള്ളം പറയാൻ വയ്യ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് സിയും നമ്മുടെ സോങ്ങിനെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും പെൻ വേഷം ഇട്ടോണ്ട് വരും. അപ്പോഴാണ് സോങ് കണ്ടിട്ട് സി ഞാൻ നിനക്ക് വേണ്ടി എത്ര ദിവസം വന്നെന്നറിയോ, പക്ഷെ നീ ബിസിയാന്നാ തോന്നുന്നത്, എന്തായാലും ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ ഇത്രയും ദിവസം ഇവിടെ വന്നോണ്ടിരുന്നത് എന്നിങ്ങനെ നമ്മുടെ കമാൻഡർ എന്ന് വാങ്ങിച്ച ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കും. ഇത് വാങ്ങിച്ചിട്ട് അവളും നമ്മുടെ സോങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, കാരണം അവനിപ്പം ഇവൾ ഇഷ്ടമെന്ന് അവക്ക് പിടികിട്ടി. അതേസമയം ഇപ്പം നമ്മുടെ ഷെന്നും അവന്റെ ചേട്ടനായിട്ട് ഒരു ബിസിനസ് കാര്യമായിട്ട് പോകും. അങ്ങനെ ഇവര് കാണാൻ വന്ന് വേറെ ആരുമല്ല ആ ഓടയാണ്, അവരിപ്പോ ചൈനയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം അവിടെ ഓട മാത്രം ഒറ്റയ്ക്കിടാതെ തന്റെ മോളിനെ ഒരു യഥാർത്ഥത ജപ്പാനിലേക്ക് കൊണ്ടുവരും. ഇത് കണ്ടതോടെ നമ്മുടെ ഷെന്നും ചെറിയ ഷോക്ക് ഇരിക്കും, കാരണം അവൻ അറിയാവുന്നത് നമ്മുടെ ഓടയുടെ മകള് വെറും ജപ്പാൻ മാത്രമാണെന്ന്. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ആ ജപ്പാനിലെ മെയിൻ ലീഡർ തന്നെ ഇവളാണെന്ന്. അങ്ങനെ ആ ഷോക്ക് അവൻ എഴുന്നിട്ട് പുറത്തു പോകുമ്പോഴാണ് ഇത് കണ്ട് അവളും പുറയിലേക്ക് വന്നിട്ട് ഷൻ ഞാൻ പറയുന്നേക്ക് എന്നിങ്ങനെ അവനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമ്പം ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട് എന്നോട് എന്തോ പറയാൻ പോന്നെ, നീ എന്നോട് ജപ്പാൻകാരിയാന്ന് പറഞ്ഞോളൂ, പക്ഷെ ജപ്പാനിലെ മെയിൻ ലീഡർ നീയാ, അതായത് എന്റെ ചേട്ടൻ ഒരു കോട്ടൺ മിൽ തുടങ്ങിയപ്പം അത് കത്തിച്ചത് നിന്റെ ഫാമിലി, പോരാത്തിന് അത് എത്ര പേര് മരിച്ചെന്നറിയാ, എന്നിട്ട് റോയൽസിൽ കട്ടെടുക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരെയൊക്കെ കൊല്ലാൻ നോക്കിയതും നിന്റെ ആൾക്കാരാ, അതായത് നീ പറഞ്ഞയച്ച ആള്, ഇത്രയും വലിയ സത്യങ്ങളൊക്കെ നീ മറച്ചു വെച്ചിട്ട് നീ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നു, ദാ നോക്കിക്കോ ഇനി തൊട്ട് നമ്മൾ ഫ്രണ്ട്സ് അല്ല, നീ എന്റെ വെറും ഒരു ശത്രു എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ മിലിറ്ററി സ്കൂൾ കാണിക്കുവാണ്. ഇന്ന് ഇവർക്ക് ലീവ് ആയതുകൊണ്ട് നമ്മുടെ സോങ് വീണ്ടും സീയുടെ അനിയത്തെ കാണാൻ പോകുന്ന പറയും. ഇത് കേട്ടതോടെ വീണ്ടും സീ ഷോക്കി അയ്യോ അപ്പൊ നിനക്ക് മുമ്പേ ഞാൻ അവിടെ എത്തണമല്ലേ എന്നിന് അവളും വിചാരിച്ചിട്ട് നമ്മുടെ സോങ് വരുന്നതിന് മുമ്പേ വീണ്ടും ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. അപ്പനാണ് സോങ് അടുത്തേക്ക് ചെന്നിട്ട് മോളെ സി ഇന്ന് എനിക്ക് ലീവ്, അതുകൊണ്ട് ഇവിടെ അടുത്ത് ഒരു റൊമാൻറ്റിക് ഡ്രാമ പോകുന്നുണ്ട്, നമുക്ക് ആ നാടകം പോയെന്ന് കണ്ടാലോ എന്നിന് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവര് അവിടെ പോകുമ്പോ തന്നെ ആ നാടകം ആക്ട് ചെയ്യായിരുന്ന ആ ജൂലിയറ്റിന് എന്തോ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ വിളിച്ചോണ്ട് പോകും. അതുകൊണ്ട് ആ നാടകം നടത്തുന്ന ആളും ഇനി ഹീറോയിനായിട്ട് ആരെ ആക്ട് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞ് അയാൾ ഇനി കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സിയെ കാണുന്നത്. കാരണം നമ്മുടെ സിയുടെ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇദ്ദേഹം. അങ്ങനെ സിയെ കണ്ടതോടെ പെട്ടെന്ന് അയാൾ അടുത്തേക്ക് വന്നിട്ട് മോളെ സി നീ എന്ത് ഇവിടെ ചെയ്യുന്ന, എനിക്കൊരു സഹായം ചെയ്യാ, നമ്മുടെ നാടകത്തിൽ ആക്ട് ചെയ്യുന്ന നടിക്ക് പരിക്ക് പറ്റി, അതുകൊണ്ട് അതിന് പകരം നീ ആക്ട് ചെയ്യാ, കൊച്ചിലെ നീ കുറെ ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്
കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ഈ ക്യാരക്ടർ നല്ലോണം അറിയാം. ഏതിന് അവനും വിളിക്കുമ്പോഴാണ് ഇത് കേട്ട് സിയും വേറെ വരിയില്ലാതെ ഓക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഏതിന് അവളെ വിളിച്ചോണ്ട് ആ ജൂലിയറ്റിനുള്ള എല്ലാ മേക്കപ്പ് ഇട്ട് കൊടുക്കും. അതേസമയം ഇതൊക്കെ പുറത്തിരുന്ന് കണ്ടോണ്ട് നമ്മുടെ സോങ്ങും സി ഓൾ ദ ബെസ്റ്റ് എന്തിന് അവനും കാണിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നാടകം സ്റ്റാർട്ടായി. നമ്മുടെ സോങ് കണ്ണടയ്ക്കാതെ നമ്മുടെ സിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത പോലെ നമ്മുടെ ഷെൻ അവിടെ വരുന്നത്. കാരണം ലീവ് ആയതുകൊണ്ട് അവൻ ഈ നാടകം കാണാൻ വന്നതാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ സോങ്ങും ഇത് ഷെന്നല്ലേ, അവൻ എന്ത് ഇവിടെ ചെയ്യുന്നത് ഏതിന് അവന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഷെന്നു ആ നാടകം കാണുമ്പം അവന് നേരിട്ട് കാണുന്നത് ആദ്യം സിയെ ആണ്. ഇത് കണ്ടതോടെ അവന് മൊത്തത്തിൽ ഷോക്കാവും. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ഷെൻ സിയെ ഒരു പെൺവേഷത്തിൽ കാണുന്നത്. ഇങ്ങനെ അവന് കണ്ണടിക്കാതെ നമ്മുടെ സിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ നാടകമെല്ലാം കഴിഞ്ഞ് നമ്മുടെ സിയും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ കറക്റ്റ് പുറത്ത് സൗണ്ട് കേൾക്കുന്നത്. അതായത് നമ്മുടെ ഷെന്നും വഴിവിട് എനിക്ക് അകത്ത് ഒരാളോട് സംസാരിക്കാനുണ്ട് എന്നതിനെ നമ്മുടെ സി എന്നെ വന്നോണ്ടിരിക്കും. ഇങ്ങനെ ഇവന്റെ സൗണ്ട് കേട്ട് അവള് ഷോക്കായി പെട്ടെന്ന് അടുത്തുള്ള ഒരു കബോർഡ് ചെന്ന് ഒളിയും. അതേസമയം അകത്തേക്ക് വരുന്ന നമ്മുടെ ഷെന്നും അവിടെ സി ഇല്ലാത്തണ്ട് അവന് കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ അവിടെ സ്റ്റാഫൊക്കെ എടുത്ത് വന്നിട്ട് സാർ നിങ്ങൾക്ക് ഇവിടെ അകത്തറാൻ സാധിക്കത്തില്ല, ഇത് ഡ്രസ്സിംഗ് റൂം എന്നതിനെ അവനെ പിടിച്ച് പുറത്താക്കും. അതിനുശേഷം നമ്മുടെ ഷെന്നും അവൻ കണ്ടത് സി ആണെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ നാടകം നടത്തുന്ന ആളിനോട് പോയി ചോദിക്കും. അതായത് നമ്മുടെ സിയുടെ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് പിന്നെ ഈ നാടകത്തെ ആക്ട് ചെയ്ത ആ പെണ്ണിന്റെ പേര് സി എന്നാണോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മറ്റവനും ആണല്ലോ അതെന്റെ കൂട്ടുകാരന്റെ അനിയത്തിയ എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് ഷെന്നും ഓ സിയുടെ അനിയത്തിയല്ലേ എന്നിന് അവൻ തെറ്റിയിരിക്കും. കാരണം സിയുടെ ചേട്ടന്റെ പേരാണ് അവൾ ആൺവേഷം ഇടുമ്പം എല്ലാരും വിളിക്കുന്നത്. അപ്പോഴാണ് അതേസമയം സോങ് വന്നിട്ട് എടാ ഷൻ നീ എന്തോടെ ഇവിടെ ചെയ്യുന്നത്, ഞാൻ സിയുടെ അനിയത്തിയായിട്ട് ഇവിടെ നാടകം കാണാൻ വന്നയാ എന്നിന് അവനും പറയുമ്പോഴാണ് നമ്മുടെ ഷെന്നിന് സി ആയിട്ടുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ട് ഓ അപ്പൊ അവനൊരു അനിയത്തി ഉണ്ടല്ലേ, ഇത്രയും കാലം അവനായിട്ട് സംസാരിച്ചിട്ട് എനിക്കറിയത്തില്ലല്ലോ ഇത് എന്നിന് അവനും വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ നാടകം എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ സിയും സോങ് കൂടെ പുറത്തു പോകുമ്പോഴാണ് ഒരു പോലീസുകാരൻ ഒരു പയനിട്ടിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സോങ് പെട്ടെന്ന് ടെൻഷനായി അവരുടെ ബാക്ക് ഓടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവന് ആ പോലീസുകാരൻ പയ്യനടിക്കുന്നുണ്ട്. അയാളിട്ട് അടിച്ചു പൊട്ടിച്ച് ആ പയ്യനെ അവിടെ നിന്ന് രക്ഷിക്കും. എന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ സീൻ ചോദിക്കുന്നത് എടാ സോങ് നീ എന്തിനാ പെട്ടെന്ന് ഓടിയെന്ന് ആ പോലീസുകാരനെ കിട്ടടിച്ച, ഈ പയ്യനാരാ എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ സോങ്ങും അത് സി ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞായി, എനിക്കൊരു അനിയനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഇവന് എന്നിന് അവളോട് പറഞ്ഞിട്ട് അനിയനോട് ദേഷ്യപ്പെടും. എടാ ആ പോലീസിനാണ് നിന്നെ ഓട്ടിച്ച എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അനിയനും ഓ അതൊന്നുമില്ല ഈ 21 ട്രീറ്റ് വരാൻ പോകുന്നില്ല അതിനെതിർത്ത് ഞാൻ കുറെ പോസ്റ്റർ ഒട്ടിച്ച് അതാ പോലീസുകാരനെ ഓട്ടിച്ച എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് സോങ്ങും എടാ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞില്ല നാടിന്റെ പുറം നടക്കില്ലെന്ന്, നിനക്കിപ്പോ പഠിക്കാനുള്ള വയസ്സാ എന്നിന് അവന് വഴക്ക് പറയുമ്പോഴാണ് ഇത് കേട്ട് സിയും മോനെ നീ ഇങ്ങനെ 21 ട്രീറ്റിക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയാണെങ്കിൽ അത് രാത്രി ഒട്ടിക്കണം എന്നാലേ പോലീസുകാർ ആരും അറിയാതിരിക്കത്തുള്ളൂ, ഇനി ഈ മെത്തേഡ് യൂസ് ചെയ്യും എന്നിന് അവളൊരു ഐഡിയ എടുക്കും. അപ്പോഴാണ് ഇത് കേട്ടവനും അത് ശരി ചേട്ടാ എനിക്ക് ചെലവിനൊന്നും പൈസ ഇല്ല, കുറച്ച് പൈസ ഉണ്ട് തരാം എന്നിന് അവനും ചോദിക്കുമ്പോൾ നമ്മുടെ സോങ് പോക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷെ അവന്റെ ഒരു പൈസയിലും കാണത്തില്ല. ഇത് കണ്ട് മനസ്സിലാക്കി നമ്മുടെ സിയും അവളുടെ ഇരിക്കുന്ന പൈസ അവന്റെ കൊടുത്തിട്ട് എടാ സോങ് നീ എനിക്ക് തിരിച്ചെന്നാ മതി എന്നിന് അവൾ പറയും. ഇത് കേട്ടതോടെ നമ്മുടെ സോങ് വീണ്ടും ടച്ച് ആകും. അതിനുശേഷം അന്ന് രാത്രി നമ്മുടെ സിയെ അവളുടെ ഗേൾസ് ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ ഗു അവിടെ നിൽക്കുന്നത്. എന്നിട്ട് അവന് സോങ്ങിനെ കണ്ടിട്ട് എടാ ഇതാരാടാ കാണാൻ നമ്മുടെ സിയെ പോലെ ഉണ്ടല്ലോ എന്നിന് അവന് അറിയാത്ത പോലെ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സോങ്ങും എടാ നിനക്ക് അറിയത്തില്ലേ ഇത് നമ്മുടെ സിയുടെ അനിയത്തിയ എന്നിന് അവൻ പുതിയതായിട്ട് പരിചയപ്പെടുത്തും. ഇത് കേട്ട് അവൻ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഓ നമ്മുടെ സിക്ക് അനിയത്തേക്ക് ഉണ്ടല്ലേ, അതാ കാണാ അവളെ പോലെ ഒരു വ്യത്യാസം പോലും ഇല്ലല്ലേ എന്നിന് അവളിട്ടാക്കുമ്പം ഇത് കേട്ട് സോങ്ങും ആ ശരി മതി ആദ്യം അവള് ഹോസ്റ്റലിൽ പോയിട്ട് സമയമായി എന്നിനെ സിയെ പറഞ്ഞിട്ട് നമ്മുടെ സോങ് അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ സിയും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഗു മാത്രം അവൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ട് അവൾ അടുത്തേക്ക് എന്നിട്ട് എടാ നിന്നെ ആരാണ് ഇപ്പൊ ഇവിടെ വരാൻ പറഞ്ഞ, എനിക്ക് പ്രശ്നങ്ങൾ തരാൻ മാത്രം നീ വരുവാണോ എന്നിന് അവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും സി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രി സമയത്ത് പുറത്തിറങ്ങല്ലെന്ന്, നിനക്കത് സേഫ് അല്ല, വന്നെന്റെ കാറിൽ കയറിക്കോ നമുക്ക് മിലിറ്ററി സ്കൂളിലേക്ക് പോവാം എന്നിന് അവനും വിളിക്കുമ്പോൾ ഇത് കേട്ട് അവളും മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കും. അപ്പോഴാണ് അവനും നിനക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാത്തില്ലെന്നാ തോന്നുന്നത് എന്നിന് അവളും പൊക്കെ എടുത്തോണ്ട് തിരിച്ച് മിലിറ്ററി സ്കൂളിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ആ മിലിറ്ററി സ്കൂളിൽ നോക്കി നമ്മൾ സൂപ്പർ സ്റ്റാർ വന്നോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഗൂഢാനീതി നടന്നു വന്നത്. ഇത് കണ്ട് സൂപ്പർ സ്റ്റാർ തടഞ്ഞു നിർത്തിയിട്ട് ഓ മൈ ഡിയർ സിസ്റ്റർ നിങ്ങൾ എവിടെ പോന്ന് എന്നിന് അവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട അനിയത്തിയും ഓ അതൊന്നുമില്ല എനിക്കൊരു ചേട്ടനുണ്ടല്ലോ അവനിന്ന് ബർത്ത്ഡേ അതാ അച്ഛൻ കേക്ക് കൊടുത്തു തരാൻ പറഞ്ഞു എന്നിന് അവളും പറയുമ്പോൾ ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും ഓ വാട്ട് എ സർപ്രൈസ് ഇന്ന് എന്റെയും ബർത്ത്ഡേ ആണല്ലേ ഓക്കെ മോളെ പോയിക്കോ എന്നിനെ നമ്മുടെ ഗു വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവനും താഴെ വരുമ്പം ഇത് കണ്ട് സൂപ്പർ സ്റ്റാറും എടാ ഗു ഇന്ന് നിന്റെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞില്ലേ, പക്ഷെ കോയിൻസിഡൻസ് ആയി പോയി ഇന്ന് എന്റെയും ബർത്ത്ഡേ എന്നിന് അവള് പറയുമ്പം ഇത് കേട്ട അവനും എന്തുവാ നിന്റെ ബർത്ത്ഡേ, പക്ഷെ അതിന്റെ ഒരു സൈൻ ഇല്ലല്ലോ, കാരണം ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഈ ഏരിയ ഫുള്ളും എൻജോയ്മെന്റ് ആയിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലേ എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട അവളും ഓ അതൊന്നുമില്ല ഗു എന്റെ ബർത്ത്ഡേ അന്ന് എന്റെ ആന്റി മരിച്ച, എന്റെ അമ്മയെക്കാളും എനിക്ക് ആന്റിയെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കത്തില്ല, പക്ഷെ ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട് അതിന് മെയിൻ താരം നീയാ അതുകൊണ്ട് നീ വരണം എന്നിന് അവനെ വിളിക്കുമ്പോൾ ഇത് കേട്ട് ഗുവും അതൊന്നും എന്നെ കൊണ്ട് വരത്തില്ല എനിക്ക് വേറെ പണിയുണ്ട് എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ സൂപ്പർ സ്റ്റാറും ഇല്ല നീ വരും എന്ന് എനിക്കറിയാം നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എന്നിന് അവർ തന്നെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ അതേസമയം നമ്മുടെ ഗുവും അവന്റെ ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി സിയുടെ കൂടെ ഡേറ്റ് പോകാൻ പ്ലാൻ ചെയ്താണ്. അത് കാരണം അവന് സിയെ വിളിച്ചോണ്ട് അവനൊരു പെർഫെക്റ്റ്
പെർഫെക്റ്റ് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ച് അവളെ വിളിച്ചോണ്ട് അവിടെ പോകും. പക്ഷെ നമ്മുടെ സീക്ക് അറിയത്തില്ല അവന്റെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് അവനും എനിക്ക് സ്കേറ്റ് അറിയത്തില്ല, ഒന്ന് പഠിപ്പിച്ചരാവോ എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവളും ചുമ്മാ വർത്തമാനം മാത്രമേ ഉള്ളു, സ്കേറ്റിംഗ് ഒന്നും അറിയത്തില്ല, വാ ഞാൻ പഠിപ്പിക്കാം എന്നിങ്ങനെ നമ്മുടെ ഗു സ്കേറ്റ് ചെയ്യാൻ അറിയാതെ വീഴുന്നതിനെ കണ്ട് അവളും ചിരിച്ചോണ്ട് ഇവര് സന്തോഷത്തോടെ സ്കേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എന്തോ ആലോചിച്ചെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അവനോട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ മിലിറ്ററി സ്കൂളിലേക്ക് അങ്ങ് പോകും. ഇതും കണ്ട് അവന് വിഷമിച്ച് അവിടെ ഇരുന്നിട്ട് ഓഗു ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിട്ട് ആരും വിഷ് ചെയ്തില്ലല്ലോ, പോരാത്തിന് ഇപ്പൊ അവളും പോയി, ഇനി നിനക്ക് നീ മാത്രമേ ഉള്ളു, ഹാപ്പി ബർത്ത്ഡേ ഗു എന്നിനെ തന്നെ സംസാരിച്ച് അവനോട് അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ താഴെ കമന്റിൽ പറയുക. എന്നാലേ പെട്ടെന്ന് വീഡിയോ ഇടാൻ കുറച്ച് എനർജി വരത്തുള്ളൂ. അതുകൊണ്ട് എനർജി ബൂസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്യുക. സോ ഇനിയിപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.